ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബക്രീദ് ആയതുകൊണ്ട് അവധിയായതുകൊണ്ട് ഞങ്ങളുടെ ഓണറായ അഭിചേച്ചിയുടെ വീട്ടിലേക്ക് ഞങ്ങളെല്ലാവരെയും ക്ഷണിച്ചിരിക്കുകയായിരുന്നു. ഞാനും മോളും പിന്നെ വിനീതയും മോളും ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. അവിടെ എത്തിയപ്പോൾ ഗീപ്തി ഉണ്ടായിരുന്നു, പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും മക്കളുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പ്രീതി വന്നു, അത് കഴിഞ്ഞ് മിന്നു വന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാണ് കുക്കിങ്ങൊക്കെ ചെയ്തത്. ഞാൻ വീഡിയോ എടുക്കലായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പുറകെ ആയിരുന്നു. ബാക്കി എല്ലാവരും കൂടിയാണ് കുക്കിങ്ങൊക്കെ ചെയ്തത്. ചേച്ചി ചെമ്മീൻ ബിരിയാണിയാണെന്ന് ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിരുന്നത്. അങ്ങനെ ചെമ്മീനൊക്കെ ചേച്ചിയും ഗിഫ്റ്റിയൊക്കെ കൂടി കിള്ളിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സവാളയൊക്കെ വാട്ടി ചെമ്മീൻ ബിരിയാണി വെക്കാനുള്ള പ്രിപ്പറേഷനിലായിരുന്നു അവർ. എന്നെക്കൊണ്ട് പറ്റുന്ന ഇതിൽ പൊളിച്ചൊക്കെ കൊടുത്തായിരുന്നു. പിന്നെ അധികം പണിയൊന്നും ഞാൻ എടുത്തില്ല, കാരണം എനിക്ക് ചെമ്മീൻ ബിരിയാണി അറിയില്ല, ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടുമില്ല. പിന്നെ ചേച്ചി ഇടയ്ക്ക് ഞങ്ങൾക്ക് ഓഫീസിൽ കൊണ്ടുവന്ന് തന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഞങ്ങൾക്ക് അറിയാം, നല്ല ടേസ്റ്റാണ്, ചേച്ചി നല്ലോണം വെക്കും. അങ്ങനെ നമ്മൾ ചെമ്മീൻ ബിരിയാണിയുടെ പണിപ്പുരയിലാണ് അവിടെ. അത് കഴിഞ്ഞ് കുട്ടിപ്പട്ടാളം എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കളിയായിരുന്നു. എൻ്റെ മോള് ഹറിബറിയായിരുന്നു. ബാക്കി 2 പെൺപിള്ളേരെ ഉണ്ടായുള്ളൂ. അതിൽ ഒരാൾ ഭയങ്കര ടയർഡായിരുന്നു. ആൾ പോണ വഴിക്കൊന്ന് ഒമിറ്റൊക്കെ ചെയ്ത്, അതുകൊണ്ട് ആൾ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. ബാക്കിയെല്ലാം പിള്ളേരായതുകൊണ്ട് എല്ലാവരും കൂടി അവിടെ തകൃതമായ കളിയിലും ഒക്കെ ആയിരുന്നു. എൻ്റെ മോൾ അവിടെ സ്റ്റെയർ കയറ്റവും ചാട്ടവും ഒക്കെ തന്നെയായിരുന്നു. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് ബിരിയാണിയിൽ കടന്നിരിക്കുകയാണ്. അരി കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തി അങ്ങനെ അതിലേക്ക് ഇട്ടു. അങ്ങനെ അത് ഇളക്കിക്കുട്ടി തട്ടിക്കൂട്ടി ഗീപ്തി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇളക്ക് സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു ഗീപ്തി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ മിന്നു വന്നു. മിന്നുവാണ് അരിയലിന് എക്സ്പേർട്ടെന്ന് എപ്പോഴും പറയും, അതുകൊണ്ട് മിന്നുവിന് കൈതച്ചക്ക അങ്ങോട്ട് കൊടുത്തു. അവൾ അങ്ങനെ അരിഞ്ഞു. പിന്നെ ബിരിയാണിയൊക്കെ ആയി. പിന്നെ ചിക്കൻ ഫ്രൈയും ഉണ്ടായിരുന്നു. ഇങ്ങനെ പിള്ളേർക്കൊക്കെ കൊടുത്തു, അവരങ്ങനെ അത് കഴിച്ചു. എല്ലാവരും കൂടി നല്ല രസമായിരുന്നു. ആദ്യമായിട്ട് ഇവരെല്ലാവരും കൂടി കാണുന്നതും ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്തതും. അത് കഴിഞ്ഞ് ചേച്ചി ഷവായ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ എയർ ഫ്രയറിൽ അങ്ങനെ മിന്നു അതിനെ മസാലയൊക്കെ പെട്ടി കുട്ടപ്പനാക്കി ഇങ്ങനെ നിർത്തിയിരിക്കുകയായിരുന്നു. എന്ത് രസമാണ് കാണാൻ. അത് കഴിഞ്ഞു പിന്നെ ഷവായി ആക്കാൻ കുറച്ച് നേരം പെരട്ടി മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് എയർ ഫ്രയറിലിട്ട അതിനങ്ങോട്ട് ശരിയാക്കി എടുത്ത് വൈകുന്നേരം ആയപ്പോൾ പിന്നെ ഷവായും കുറച്ച് പഴംപൊരിയും കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി ചേച്ചി. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി അതൊക്കെ കഴിച്ചു. ഒരു 5:45 ആയപ്പോൾ എല്ലാവരും ഞങ്ങൾ ഇറങ്ങി പയ്യെ. മഴയൊക്കെ ആയതുകൊണ്ട് ഞാനും വിനിതയും കൊച്ചുങ്ങളും കൂടി യൂബറിന് പോരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എല്ലാം ഒരു ഹറിബറി ആയിട്ടാണ് പോയത്, അതുകൊണ്ട് അതൊന്നും കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ്. ഇതിൽ ഞങ്ങളുടെ ജോപ്പി ചേച്ചി ഇല്ല കേട്ടോ, ജോപ്പി ചേച്ചി വന്നില്ല. പിന്നെ അവിടെ ക്ലേ ഉണ്ടായതൊക്കെ കൊണ്ട് എൻ്റെ മോള് അതിൻ്റെ പുറകെയായിരുന്നു. ഇടിപിടുത്തം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു, എങ്കിലും നല്ല രസമായിരുന്നു എല്ലാവരും കൂടി. ഹാനുവിന് ക്ലേ വേണം, അതിന് തല്ലുപിടുത്തം വരുന്നതേ. ഇതായിരുന്നു ഞങ്ങളുടെ ഷവായി. അത് കൊണ്ടുവന്ന് വെച്ചത് മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. പിന്നെ അതെങ്ങാട് പോയെന്നറിയില്ല. നല്ല ചായയും കട്ടൻ കാപ്പിയും പഴംപൊരിയൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ മോൾക്ക് കൊടുത്തെങ്കിലും കഴിച്ചില്ല, അവൾക്ക് പഴംപൊരി അത്ര ഇഷ്ടമല്ല. പിന്നെ എരിവ് കാരണം ഷവായി അവൾ തൊട്ടുപോലും നോക്കിയില്ല. ബാക്കി എല്ലാവരും എല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത്. ഇതിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ജോപ്പി ചേച്ചി മാത്രം ഇല്ല, ആൾ വന്നില്ല. എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാം വളരെ ആസ്വദിച്ച് കഴിക്കുകയും എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്തു. ഇങ്ങനെ ഇന്നത്തെ ദിവസം ഇതോടുകൂടി തീർന്നു.